അമ്മ സൂപ്പർ ദോശ, ചട്നിയും സാമ്പാറും വെച്ചിട്ട് ഓ സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ. എനിക്കിന്നേ സ്കൂളിലേക്ക് ഇത് തന്നെ വെച്ചാൽ മതിട്ടാ. അമ്മ ഒരു ദിവസം കൂടി ഇരട്ടെ മോളെ. വേണ്ടമ്മ, ഇത് മതി, ഇനി സ്കൂളിലേക്ക് വെച്ചാൽ മതി. സ്കൂളിലേക്ക് വെക്കണ കാര്യമൊക്കെ കഷ്ടാ. ആ മണിക്കുട്ടൻ എങ്ങനെ എഴുന്നേറ്റുണ്ടെങ്കിൽ ഒരു ദോശ പോലും ഇവിടെ വെക്കത്തില്ല. അമ്മ എനിക്ക് തോന്നുന്നതേ അവന്റെ വയറ്റിൽ കൊക്കപ്പുഴ ഉണ്ടെന്ന് തന്നെ. ഏത് നേരം വിശപ്പവന്. അമ്മേ അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ. ഈ പെണ്ണിന് ഇത് എന്തിന്റെ കേടാ? എന്തിനാ ഇങ്ങനെ രാവിലെ തന്നെ കിടന്ന് ഒച്ച വെക്കുന്നത്? ഇതെന്താ ഇത് ആകെ തുണിയോട് വലിച്ചിട്ടിരിക്കാണല്ലോ. അമ്മ ഇന്ന് ആദ്യത്തെ ക്ലാസ്സാ. എനിക്ക് ക്ലാസ്സിലേക്ക് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സും ഇല്ല. നീ കണ്ടില്ലേ, ആ ജീൻസിലൊക്കെ ആകെ ചെളിയാണ്. ഞാൻ ഏതിട്ടിട്ടപ്പോ സ്കൂളിലേക്ക് പോവുക? അലമാരയിൽ ഫുള്ള് ഡ്രസ്സാ, എന്നിട്ട് ഡ്രസ്സ് ഇല്ലെന്നോ? അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ടോ. അതൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഇട്ടതാണ്. ഇനി അതൊന്നും ഇടാൻ പറ്റില്ല. ഇടാത്ത വല്ല ഡ്രസ്സ് ഉണ്ടോ നോക്ക്. എന്തേ ഇട്ട ഡ്രസ്സൊന്നും നിങ്ങൾ ഇടില്ലേ? മര്യാദക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ടോ. എന്തമ്മ, ഒരു ഡ്രസ്സ് എടുത്ത് താഴെ എനിക്ക്. ഞാനൊന്ന് നോക്കട്ടെ, അലമാരയിൽ ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സ് നോക്കി നോക്ക്, നല്ല നീലയാണ്, നിനക്ക് നന്നായിട്ട് ചേരും. അയ്യേ, ഇത് ചുരിദാറല്ലേ? ആരെങ്കിലും ഇപ്പൊ ചുരിദാർ ഇട്ട് നടക്കണവരുണ്ടോ? എനിക്ക് വല്ല ജീൻസ് ടോപ്പ് മതി, അത് മതി. ഇതിനിപ്പോ എന്താ കുഴപ്പം? ഇതിട്ടോണ്ട് പോയാ മതി നീ. പിന്നെ ഒരു ജീൻസും ടോപ്പും ചുരിദാർ ഇട്ടിട്ട് പോയാൽ മതി, അതിനോളം വൃത്തി ഉണ്ടാവില്ല ഒരു ഡ്രസ്സിനും. അത് അമ്മ എന്നെ ഇട്ട് നടന്നോ, എനിക്കൊന്നും വേണ്ട. എന്നാ നീ ഇടണ്ട. അമ്മേ പ്ലീസ് അമ്മേ, കവിയുടെ കയ്യിൽ നല്ല ജീൻസും ടോപ്പും ഉണ്ട് അമ്മേ. അമ്മേ അവള് നേരത്തെ മേടിച്ച് വെച്ചത് ഒന്നും ഇട്ടിട്ടില്ല അമ്മേ, പുതിയതാണ് അമ്മേ. അവളോട് ഒന്ന് ചോദിച്ചു നോക്ക്. നല്ല ആളാ, അവളെ ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം കിട്ടില്ല. നീ നിന്റെ ഏതെങ്കിലും ഇട്ടിട്ട് പോ. എന്താ അമ്മേ, എല്ലാ കുട്ടികളും നല്ല ഡ്രസ്സ് ഇട്ടിട്ടാവും വരും, ഞാൻ മാത്രം ഈ പഴയത് ഇട്ടിട്ട് പോണ്ടേ? എന്നെ കളിയാക്കും എല്ലാവരും. ഞാനിങ്ങനെ അവളോട് ചോദിക്കാം, അവള് തരത്തില്ല. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അവൾ ഡ്രസ്സ് ഞാൻ ഇടട്ടെ? നീ അതെന്തേലും ചെയ്യ്, വന്ന് എന്തേലും കഴിക്കി. ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട, അമ്മയ്ക്ക് എന്നും ദോശ തന്നെ. നീ ഒന്നും കഴിക്കണ്ട, ഇങ്ങനെ മെലിഞ്ഞോണ്ട് നടന്നോ. കവി അവിടെ ഇന്ന് ദോശ കഴിക്കണ കണ്ടില്ലേ? അവൾക്ക് തന്നെ പറ്റുള്ളൂ നമ്മുടെ ദോശ. പിന്നെ ഒരു കാര്യം, ആ തുണികളൊക്കെ മടക്കിച്ചിട്ട് പൊക്കോട്ടാ. അമ്മനെ ചെയ്തോ, അമ്മയ്ക്ക് പകലെന്താ പണി? നീ പിള്ളേര് 3 എണ്ണം എനിക്കിട്ടില്ലേ, സ്കൂളിലേക്കൊന്നും പോകണ്ടേന്നാവോ. ആഹാ, എന്താ നല്ല കാഴ്ച, എന്താ ഇറക്ക. മണി 8 മണിയായാലും എണീക്കില്ലേ 3 എണ്ണം. മണിക്കുട്ടാ, ലച്ചു, പാറു, എണീറ്റേ. മണിക്കുട്ടാ എണീക്കാൻ, സമയം 8 മണിയായി. ഒന്ന് എണീക്ക്, വേഗം എണീക്ക്. എന്താ ഈ കാട്ടുന്നത്? എനിക്കുണ്ട്. അമ്മ കുറച്ചേരം കൂടി കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഞാൻ ചേച്ചിമാരെ കൊണ്ടാക്കാൻ പോവാണ്, അപ്പത്തിന് വേഗം എണീറ്റ് ഡ്രസ്സൊക്കെ മാറി നിന്നട്ടാ. പല്ലേക്കിനും കുളിക്കലൊക്കെ കഴിഞ്ഞോളെ. ചേച്ചിമാര് പോവാറായോ? അവര് ഡ്രസ്സൊക്കെ മാറി നിൽക്കാൻ തുടങ്ങി. ഞാൻ അങ്ങോട്ട് പോവാ, വേഗം എണീറ്റ് പല്ലേക്ക് കുളിക്കേട്ടാ. അമ്മ പൊക്കോ. ബാഗിൽ ടൈം ടേബിൾ ഒക്കെ ആക്കി വെച്ചിട്ടില്ലേ? ഞാൻ പോണ നേരത്താവും തിക്കും തിരക്കും ഒക്കെ വെച്ചിട്ടുണ്ട് അമ്മേ. കഴിഞ്ഞില്ലേ രണ്ടാളും? ഇറങ്ങാൻ നോക്ക്. അമ്മ കഴിഞ്ഞു. ആ മുടിയൊന്ന് ശരിക്കും ഒതുക്കി കെട്ടിക്കൂടെ? ഇങ്ങനൊക്കെ മതി അമ്മേ. എന്റെ ഈശ്വര, ഈ പെണ്ണിന്റെ ഡ്രസ് ഇട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യോ? ആഹാ, ഇത് ഇവിടേക്കാ ചേർത്ത് നിനക്കാണല്ലോ. എടി, ഇത് എന്റെ ഡ്രസ്സാ, പോയി ഊരിട്. എന്റെ പുതിയ ഡ്രസ്സാണ്, അതിട്ടുണ്ടാവുള്ള പോക്ക്. അത് പിന്നെ അമ്മ എന്നോട് ഇട്ടോളം പറഞ്ഞത്. എനിക്കിന്ന് സ്കൂളിൽ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പൊ എനിക്ക് വേറെ ഒന്നും ഇടാല്ലേടി പ്ലീസ്. നിനക്ക് ഇടാല്ലെങ്കിൽ അതിന് എന്റെ ഡ്രസ്സാണ് എടുത്തിടുന്നത്. ഊരി പോയിട്ട് പ്ലീസ് കവി, ഇന്നൊരു ദിവസം ഞാനിത് ഇട്ടോട്ടെ. അതെ മോളെ, ഇന്ന് അവൾ ഇട്ടോട്ടെ, ഫസ്റ്റ് ക്ലാസ് അല്ലേ. അവളോടന്ന് ഞാനൊരു ഷാള് ചോദിച്ചപ്പോൾ തന്നില്ല, എന്നിട്ടാണ് ഇപ്പൊ എന്റെ ഡ്രസ്സ് എടുത്തിരിക്കണത്. നീ വേണമെങ്കിൽ ആ ഷാൾ ഇപ്പൊ എടുത്തോ, നീ എന്റെ ഏത് ഡ്രസ്സ് വേണമെങ്കിലും നീ എടുത്തോ. എനിക്കൊന്നും വേണ്ട നിന്റെ ഡ്രസ്സ്. എന്റെ ഡ്രസ്സ് മര്യാദയ്ക്ക് നീ ഊരിയിട്ട് വന്നാ മതി. പ്ലീസ് കവി, ഇന്നൊരു ദിവസം ഞാൻ ഇട്ടോട്ടെ പ്ലീസ്. പറഞ്ഞത് കേൾക്കുമോളൂ, ഇന്ന് അവളത് ഇട്ടോട്ടെ, വേറെ ഇല്ലാത്തോണ്ടല്ലേ. അമ്മ ഇതിനൊക്കെ സപ്പോർട്ട് നിന്നോ, എന്റെ ഡ്രസ്സ് കേടാക്കാതെ കൊണ്ടുവരണം. ശരി, ഞാൻ കേടുവരുത്തില്ല. വാ കൊണ്ടാക്കിയിട്ട് വേഗം വരണം. അനുമോളെ, ബസ്സിലൊക്കെ പോകുമ്പോ നോക്കിക്കോളണം കേട്ടാ. ഞാൻ നോക്കിക്കൊണ്ടമ്മേ. ബസ് നോക്കാനല്ലേ പറഞ്ഞേ, ബസ്സിൽ കയറണം നോക്കണമെന്ന്. എനിക്കറിയാം, നീ എന്നെ പറഞ്ഞു തരണ്ട. ബസ്സിൽ കമ്പിയൊക്കെ നന്നായിട്ട് പിടിച്ചോളണം കേട്ടോ. വീഴാനൊക്കെ പോകും, മുറുക്കി പിടിച്ചോളണം. വീഴൊക്കെ ചെയ്യും, വീഴുന്നതൊക്കെ കൊള്ളാം. എന്റെ ഡ്രസ്സിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ശരിയാക്കി തരും ഞാൻ. ഇവളുടെ ഡ്രസ്സ് ഇവിടുന്ന് ഞാൻ ഊരി തരുന്നുണ്ട്. നിനക്ക് പറയുമ്പോ പൊള്ളും, നിന്റെ എല്ലാ ഡ്രസ്സും അങ്ങനെ തന്നെ നീ ചടിയാക്കാറ്. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ദോശ ഉണ്ടായിരുന്ന ഒന്നും കഴിച്ചില്ല. എന്ത് ദോശ കഴിച്ചില്ലേ? സൂപ്പർ ദോശയായിരുന്നല്ലോ. മോൾക്ക് പുതിയ സ്കൂളൊക്കെ അല്ലേ, അപ്പൊ ടെൻഷൻ ആയിട്ടാ. പിന്നെ പുതിയ സ്കൂളിന് ടെൻഷനോ? അതെ, പഠിക്കാത്തവർക്ക് ഏത് സ്കൂളും ഒരുപോലെ ആവും. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. ഇത് ബസ് സ്റ്റോപ്പ് ആയിട്ടോ, ഇല്ലെങ്കിൽ എന്റെ കിട്ടിയെന്ന്. ഇതേ കവി, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കട്ടെ, നീ ഓരോന്ന് പറയല്ലേ. നീ അങ്ങോട്ട് വീട്ടിലോട്ട് വാ, അപ്പൊ ശരിയാക്കി തരുന്നുണ്ട്. എന്താ പിച്ചുന്നത്? ഇത് റോഡാണ്, വീടല്ല. കേട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു കൂടുക. ധനു, കാശ് പിടിച്ചോ, 100 രൂപ ഉണ്ട്. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാലോ, അവിടെ ക്യാൻറ്റീനൊക്കെ ഇല്ലേ. വേണ്ടമ്മ, അമ്മ തന്നില്ലേ വീട്ടിൽ നിന്ന്, അത് മതി. എന്നാലിത് പിടിച്ചോ, എന്തെങ്കിലും ആവശ്യം വരും, കയ്യിൽ വെച്ചോ.
ശരി അമ്മ. അമ്മ എനിക്കൊന്ന് കൂടി തായമ്മ, ഒരു 100 രൂപ. എനിക്കും അസൈൻമെന്റ് പേപ്പറും ഒക്കെ വാങ്ങിക്കാനുണ്ട്. എന്താ കവി, 20 രൂപ ഉണ്ട്, നോക്കിയിട്ടൊക്കെ ചെലവാക്കണം. 20 രൂപയോ? അവൾക്ക് 100 രൂപ, എനിക്ക് 20 രൂപയോ? നിനക്കുള്ളത് അതൊക്കെ മതി. ആ അസൈൻമെന്റ് പേപ്പർ മേടിക്കണ്ടേ? 10 രൂപയ്ക്ക് മേടിച്ചാൽ മതി. 10 രൂപ നീ എന്താ ചെയ്തോ? ഓഹോ, അവൾക്ക് 100 രൂപ, എനിക്ക് 20 രൂപ. നല്ല അമ്മ തന്നെ. അവൾക്ക് ഓരോന്ന് വാങ്ങിക്കാണ്ടാവോ? നിനക്കിപ്പോ എന്താ മേടിക്കാനുള്ളത്? അവൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഫുഡ് വല്ലതും വാങ്ങിച്ചോട്ടെ. ഒരു ചിക്കൻ ബിരിയാണി വരെ മേടിക്കാനുള്ള പൈസ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തൊട്ട് 20 മാത്രം. എന്താ കവി, അത് കിട്ടിയ തെറ്റെടുക്ക്. നിന്റെ അഭിനയമൊക്കെ നിന്റെ കയ്യിൽ വെച്ചാ മതി. എന്തൊരു നാടക. 20 20 അങ്ങട്ട്. ഞാൻ പോവാൻ നോക്ക. അമ്മയും മകളും ഇവിടെ സ്നേഹിച്ചിരുന്ന് കൊല്ല്. നീ നോക്കി പോണേ. ഓ, ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാവേ. 1000 രൂപയല്ലേ കയ്യിൽ തന്നിരിക്കുന്നത്. മോളെ ബസ് വരുന്നുണ്ട്, സൂക്ഷിച്ചൊക്കെ കയറണേ. ആ അമ്മ, അമ്മ പൊക്കോ. പിള്ളേർ അവിടെ എന്തൊക്കെ കാട്ടിയെന്ന് അറിയില്ല. പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള കാരണ. അമ്മ പോട്ടെ, ബസ് വരുന്നുണ്ട്, നോക്കി കയറിക്കേട്ടാ. ആ ശരി അമ്മ, പൊക്കോ.